പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പോലെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ സർവായുധ വർഗമാണ്. അതണിഞ്ഞ് വേണം പിശാചിനെതിരെ പോരാടുവാൻ. അതിൻ്റെ 4-ാമത്തെ സർവായുധ വർഗമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വിശ്വാസം എന്ന പരിച ഒരു പോരാളിയുടെ ഏറ്റവും വലിയ ഒരായുധമാണ് പരിച. കാരണം ദുഷ്ടനിങ്ങനെ തീയമ്പുകൾ എയ്തിടുമ്പോൾ ഒരു യുദ്ധക്കളത്തിൽ അതിനെ തടുത്തു നിൽക്കുവാൻ ഒരു പരിചയം ആവശ്യമാണ്. അത് വിശ്വാസമെന്ന പരിചയമാണ്. ആത്മീയമായ ജീവിതയാത്രയിൽ നമ്മുടെ യുദ്ധത്തിൽ നമുക്ക് തനിച്ച് ഈ യുദ്ധം പോരാടുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചു വേണം ഈ യുദ്ധത്തെ നമ്മൾ തോൽപ്പിക്കുവാൻ, ഈ യുദ്ധത്തിലെ ശത്രുവിനെ കീഴടക്കുവാൻ. അതുകൊണ്ട് ഓരോ ദിവസവും ഈ യുദ്ധമുള്ളത് കൊണ്ട് നമ്മൾ നാൾക്ക് നാൾ ഓരോ ദിവസവും നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. കർത്താവിലുള്ള നമ്മുടെ വിശ്വാസം തണുത്തു പോകരുത്. ലോകം നിരാശയായിട്ടും ഡിപ്രഷനായിട്ടും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡിലേ, അതായത് താമസം, പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല, നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു പോകുവാനുള്ള അനേക തീയമ്പുകൾ ശത്രുവാകുന്ന പിശാച് തൊടുത്തുവിടുമ്പോൾ നമ്മുടെ വിശ്വാസം ഒരിക്കലും വിട്ടുകളയരുത്. കർത്താവിലുള്ള വിശ്വാസം ഇന്ന് അനേകർ അവിശ്വാസത്തിലേക്ക് പോകുമ്പോൾ ദൈവം നമ്മളോട് പറയുകയാണ്, കർത്താവിലുള്ള വിശ്വാസമെന്ന പരിചയം എടുത്തുകൊണ്ട് വേണം നമ്മൾ ഈ ആത്മീയ യുദ്ധത്തിൽ ശത്രുവിനെ എതിരെ പോരാടുവാൻ. അതിനുവേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സജ്ജരാക്കട്ടെ. ആമേൻ.